നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 48 മണിക്കൂറിനുള്ളിൽ ഇറാൻ ആക്രമണം നടത്തിയേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെ പ്രതികരണവുമായി യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്തെത്തി. സിറിയയിലെ നയതന്ത്ര കാര്യാലയം ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ ഇസ്രയേലിനെ നേരിട്ട് ആക്രമിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ആക്രമണവുമായി മുന്നോട്ട് പോകരുതെന്നാണ് ബൈഡൻ ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന് ശക്തമായ പിന്തുണ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിന്റെ പ്രതിരോധത്തിന് ആവശ്യമായ പിന്തുണ നൽകുന്നതിൽ യുഎസ് പ്രതിജ്ഞാബദ്ധരാണ്. ആവശ്യമായ സഹായങ്ങൾ നൽകും. ഇറാന് വിജയിക്കാൻ സാധിക്കില്ലെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു. സുപ്രധാന ചർച്ചകൾക്ക് യുഎസിന്റെ പശ്ചിമേഷ്യയിലെ സേനാ കമാൻഡർ എറിക് കുറില്ല ടെൽ അവീവിലെത്തിയിട്ടുണ്ട്. അതിനിടെ ആക്രമണ ഭീതി ഉയർത്തുന്ന പശ്ചാത്തലത്തിൽ യുഎസ് തങ്ങളുടെ നയതന്ത്ര ഉദ്യോഗസ്ഥർക്കും കുടുംബാംഗങ്ങൾക്കും ഇസ്രയേലിനകത്ത് യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഫ്രാൻസ് പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജർമ്മനിയും തങ്ങളുടെ പൗരന്മാരോട് ഇറാൻ വിടണമെന്ന് മുന്നറിയിപ്പ് നൽകി. ഇറാനിലേക്കുള്ള സർവീസുകൾ ജർമ്മൻ വ്യോമയാന കമ്പനിയായ ലുഫ്താൻസ കഴിഞ്ഞ ദിവസം നിർത്തിവെച്ചിരുന്നു. സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തി ഇന്ത്യക്കാർ ഇസ്രയേൽ, ഇറാൻ എന്നീ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യരുതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അവർ തങ്ങളുടെ സുരക്ഷയ്ക്ക് മുൻകരുതലുകൾ എടുക്കണമെന്നും യാത്രകൾ നിയന്ത്രിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. അടുത്ത 24-48 മണിക്കൂറിനുള്ളിൽ ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചേക്കുമെന്ന വോൾ സ്ട്രീറ്റ് ജേർണലിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് വിഷയം ചൂടുപിടിച്ചത്. ഇറാന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചായിരുന്നു റിപ്പോർട്ട്. ഇസ്രയേലിൽ എവിടെയും ഏത് സമയത്തും ആക്രമണം നടക്കാമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന വാർത്തകൾക്കിടെ തന്നെ വെള്ളിയാഴ്ച രാത്രിയോടെ വടക്കൻ ഇസ്രായേലിലേക്ക് ഇറാൻ പിന്തുണയുള്ള ഭീകര സംഘടനയായ ഹിസ്ബുള്ള റോക്കറ്റ് തൊടുത്തു. തെക്കൻ ലബനനിലേക്ക് ഇസ്രയേലി സേന നടത്തിയ ആക്രമണത്തിനുള്ള മറുപടിയാണ് റോക്കറ്റ് ആക്രമണമെന്ന് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഹിസ്ബുള്ള പ്രസ്താവിച്ചു. തെക്കൻ ലബനൻ ഗ്രാമങ്ങളിലും വീടുകളിലേക്കും അടുത്തിടെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പ്രതികാരമാണ് ആക്രമണം. ഡസൻ കണക്കിന് കത്തീഷ റോക്കറ്റുകൾ പ്രയോഗിച്ചതായി പ്രസ്താവനയിൽ പറയുന്നു. ഹിസ്ബുള്ളയുടെ റോക്കറ്റുകളെ ഇസ്രയേലിന്റെ അയൺ ഡോം പ്രതിരോധിക്കുന്നതായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോയിലുണ്ട്. കത്തീഷ റോക്കറ്റുകളാണെന്ന് തിരിച്ചറിഞ്ഞതായും അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവും പ്രതികരിച്ചു. നേരത്തെ ഹിസ്ബുള്ളയുടെ ബോംബ് ഡ്രോണുകളും ഷെല്ലുകളും പ്രതിരോധിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. 40 റോക്കറ്റുകളാണ് ഇസ്രയേലിനെ ലക്ഷ്യമാക്കി 40 റോക്കറ്റുകളാണ് ഹിസ്ബുള്ള പ്രയോഗിച്ചതെന്നും IDF അറിയിച്ചു. തിരിച്ചടി നൽകുമെന്ന ഇറാന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ഇറാൻ നേരിട്ട് ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. സിറിയയിൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകുന്നതിന്റെ ഭാഗമായി വിഷയത്തിൽ ഇടപെടരുതെന്ന് യുഎസിനോട് ആവശ്യപ്പെട്ടതായി കഴിഞ്ഞ ആഴ്ച ഇറാൻ വ്യക്തമാക്കിയിരുന്നു. ഇതടക്കം ആശങ്ക നിലനിൽക്കുന്നതിനിടെയാണ് ഹിസ്ബുള്ളയുടെ ആക്രമണം. ഗാസയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇസ്രയേലിന് നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ ഹിസ്ബുള്ള നടത്തുന്നുണ്ട്. ലബനനിലെ ശക്തമായ തീവ്രവാദ സംഘടനയായ ഹിസ്ബുള്ള ഹമാസിന് പിന്തുണ നൽകുന്നുമുണ്ട്. ഈജിപ്ത്, ജോർദാൻ പോലെ മേഖലയിലെ പ്രധാനികളുമായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കഴിഞ്ഞ ദിവസം രാത്രി ബന്ധപ്പെട്ടിരുന്നു. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രകോപന നടപടികൾ മേഖലയിലെ ആർക്കും ഗുണം ചെയ്യില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഏപ്രിൽ 1 സിറിയയിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ നടന്ന ആക്രമണമാണ് ഇറാനെ ചൊടിപ്പിച്ചത്. ഇറാൻ സൈന്യത്തിന്റെ പ്രധാന കമാൻഡർമാരിൽ ഒരാളായിരുന്ന മുഹമ്മദ് രസ സഹേരി ഉൾപ്പെടെ 7ഓളം പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിനു പിന്നിൽ ഇസ്രയേൽ എന്നാണ് ഇറാന്റെ ആരോപണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.